ഹായ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ പോട്ട്. നമ്മൾ ഇന്ന് പോകുന്നത് മേഘമലയിലോട്ടാണ്. തമിഴ്നാട്ടിൽ വളരെ കുറച്ച് സഞ്ചാരികൾ എക്സ്പ്ലോർ ചെയ്യുന്നൊരു സ്ഥലമാണ് മേഘമല എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കമ്പം, തേനി അല്ലെങ്കിൽ കുമളിയൊക്കെ പോകുന്ന ആൾക്കാരാണ് സാധാരണയായി മേഘമലയിൽ കാണാനായിട്ട് പോവാറ്. ഇതൊരു ഹിൽ സ്റ്റേഷനാണ്. നമ്മുടെ കുമളിയിലൊക്കെയുള്ള അതുപോലത്തെ കാലാവസ്ഥ കിട്ടുന്ന തേയിലത്തോട്ടങ്ങളൊക്കെയുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് മേഘമല എന്ന് പറയുന്നത്. ഒരുപാട് റൂട്ടൊന്നും മേഘമലയിലേക്കില്ല, ഒരൊറ്റ റോഡ് മാത്രമാണ് മേഘമലയിലേക്ക് എത്താനായിട്ടുള്ളത്. കേരളത്തിൽ നിന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 120 കിലോമീറ്റർ ദൂരമാണ് മേഘമലയിലോട്ടുള്ളത്. ഇനി കമ്പത്തു നിന്നാണെന്നുണ്ടെങ്കിൽ 54 കിലോമീറ്ററും. മേഘമലൈ ഹിൽ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഈ ചെക്ക് പോസ്റ്റ് പ്രധാനപ്പെട്ട ഒരു ചെക്ക് പോസ്റ്റാണ്. അതായത് നിങ്ങൾ മേഘമലൈ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിലുകളോ ഈവൻ ഇനി അത് ഗ്ലാസ് ബോട്ടിലുകളാണെങ്കിൽ കൂടെ മേഘമലയിലോട്ട് കൊണ്ടുപോകാൻ ഇവർ സമ്മതിക്കത്തില്ല. അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തുള്ള കടകളിലോ മറ്റോ നിങ്ങൾ ഏൽപ്പിച്ചിട്ട് വേണം നിങ്ങൾ മേഘമലൈ ഘാട്ട് റോഡ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാൻ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മേഘമലയിൽ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും മനസ്സിൽ വെക്കണം. മാത്രമല്ല, മേഘമലയിൽ അധികം കടകളോ പെട്രോൾ സ്റ്റേഷനുകളോ അതേപോലെ തന്നെ മരുന്ന് സ്റ്റോറുകളോ ഒന്നും തന്നെ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലമല്ല. ഇത് വളരെ റിമോട്ടായിട്ടുള്ള മലകൾക്കിടയിലുള്ള ഒരു സ്ഥലമാണ് മേഘമല എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ കമ്പം എത്തുന്നതിന് മുന്നേ അല്ലെങ്കിൽ കമ്പം ടൗണിൽ നിന്ന് റെഡിയാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ മേഘമലൈ ഘാട്ട് റോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞങ്ങൾ മേഘമലൈ ഘാട്ട് റോഡ് കയറി കുറച്ച് മുകളിലോട്ട് വരുമ്പോൾ തന്നെ പ്രകൃതിയിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങും. അതായത് ഒരു വരണ്ട പ്രദേശം പോലെ, ഒരു തണുപ്പുള്ള എന്ന വരണ്ട പ്രദേശം പോലെ ഫീൽ ചെയ്യിക്കുന്ന സ്ഥലമാണ് ഈ ഒരു ഘാട്ട് റോഡ് തുടങ്ങുന്ന സമയത്ത്. ഇവിടെയാണെങ്കിൽ ഒടുക്കത്തെ കാറ്റാണ് കേട്ടോ. നമ്മൾ പറന്ന് പോകുന്ന രീതിയിലുള്ള കാറ്റാണ് അവിടെ. അത്രക്ക് ശക്തിയിൽ കാറ്റടിക്കുന്ന ഒരു സ്ഥലമാണ്. മാത്രമല്ല, നമ്മൾ ഈ റോഡിലൂടെ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ നമുക്ക് വണ്ടി നിർത്താൻ തോന്നും. കാരണം അത്രയ്ക്ക് പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ്. കാരണം ഒരു മലയുടെ സൈഡിലൂടെ നമ്മൾ കയറി പോകുന്നത് കൊണ്ട് തന്നെ ആ മലയുടെ സൈഡിലെല്ലാം തന്നെ വ്യത്യസ്തമായിട്ടുള്ള വ്യൂ പോയിന്റുകളുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 30-35 കിലോമീറ്ററോളം നമ്മൾ ഈ ഒരു ഘാട്ട് റോഡിലൂടെ കയറി വന്നാലാണ് നമ്മൾ മേഘമലയിലോട്ട് എത്തുന്നത്. മേഘമല എത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രകൃതി മൊത്തം മാറി. നല്ല തണുപ്പുള്ള നമ്മൾ ഊട്ടിയിലും കൊടൈക്കനാലിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രകൃതി എങ്ങനെയാണോ അതുപോലത്തെ അതിമനോഹരമായിട്ടുള്ള പ്രകൃതി. നമ്മളല്ലാണ്ട് വളരെ വിരളമായി മാത്രമാണ് ആ റോഡിലൂടെ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരിക. കാരണം അത്രയ്ക്ക് അധികം സഞ്ചാരികൾ മാത്രം എത്തുന്നൊരു സ്ഥലമാണ് ഈ മേഘമല എന്ന് പറയുന്നത്. മാത്രമല്ല, ഇതിന് വേറൊരു കാരണം കൂടെ ഉണ്ട്. നമ്മൾ ഗൂഗിൾ മാപ്പിൽ മേഘമലയിലോട്ടുള്ള റൂട്ട് ഇട്ട് കഴിഞ്ഞാൽ പല സമയത്തും റോഡ് ബ്ലോക്ക് എന്നായിരിക്കും ഈ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നുണ്ടാവുക. അത് വിശ്വസിച്ച് നിങ്ങൾ ഇങ്ങോട്ട് വരാണ്ടിരിക്കരുത്. കാരണം ഞങ്ങൾ വന്നപ്പോഴും റോഡ് ബ്ലോക്കാണ് കാണിച്ചത്. പക്ഷേ റോഡ് ബ്ലോക്ക് എന്ന് കാണിച്ചാലും റോഡൊന്നും ഒരു കുഴപ്പമില്ല, നല്ല റോഡാണ്, കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിട്ടുള്ള റോഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേഘമലയിലോട്ട് വരാം. ഇനി മേഘമലയിലോട്ട് നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റേ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വളരെ കുറവാണ്. മേഘമലയിൽ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ കമ്പം വന്ന് നിങ്ങൾ താമസിച്ചതിന് ശേഷം കമ്പത്തുനിന്ന് രാവിലെ നിങ്ങൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങളിപ്പോൾ മേഘമലയിൽ എത്തിക്കഴിഞ്ഞാൽ ഹൈവേസ് ഡാം, മണലാർ ഡാം, അതേപോലെ തന്നെ മഹാരാജ മെട്ട് പോലെയുള്ള സ്ഥലങ്ങളാണ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കിട്ടുക. പക്ഷേ ഗൂഗിൾ മാപ്പിൽ പല സ്ഥലങ്ങളും കാണിക്കും. പക്ഷേ ആ സ്ഥലങ്ങളെല്ലാം തന്നെ ഈ മണലാർ എസ്റ്റേറ്റിനകത്തൂടെയുള്ള റോഡിലൂടെ പോയിട്ട് വേണം എക്സ്പ്ലോർ ചെയ്യാൻ. പക്ഷേ അത് പ്രൈവറ്റ് റോഡാണ്. അപ്പോൾ നമ്മൾ പ്രൈവറ്റായിട്ട് പോയി കഴിഞ്ഞാൽ ഈ സ്ഥലങ്ങളിലേക്കൊന്നും തന്നെ നമ്മൾ അലോ ചെയ്യത്തില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഓടി എത്തിയത് ഇപ്പോൾ മണലാർ ഡാമിൻ്റെ മുന്നിലാണ്.
ഇതാണ് മണലാർ ഡാം. ഒരു ചെറിയ റിസർവയർ ആണ്. ഈ ഡാമിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഹോട്ടലുണ്ട്. ഈ ഹോട്ടൽ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഏരിയ വളരെ കുറവായിരിക്കും. അപ്പോൾ താഴേന്ന് കയറി വരുമ്പോൾ തന്നെ ബ്രെഡ് പോലെയുള്ള ലഘു ഭക്ഷണങ്ങളൊക്കെ കയ്യിൽ കരുതിയിട്ട് വരുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഇത് ഇവിടെ എവിടെയും പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ വേസ്റ്റോ ഇടാനേ പറ്റത്തില്ല. ഇട്ട് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് ഫൈൻ അടിച്ച് തരും കേട്ടോ. അപ്പോൾ മണലാർ റിസർവയറിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ഇവിടെ ഒന്നും നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. പക്ഷേ ഭയങ്കര രസമുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു മേഘമല എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇത്ര അധികം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു റീസൺ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇവിടെ ഉള്ളൂ. ഭയങ്കര പീസ്ഫുള്ളാണ്, ഒട്ടും നോയ്സ് ഇല്ലാത്ത വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് മേഘമല എന്ന് പറയുന്നത്. ഇനി ഞങ്ങൾ പോകുന്നത് മഹാരാജ മെട്ടിലേക്കാണ്. ഈ മഹാരാജ മെട്ടിലേക്ക് പോകുന്ന സമയത്തും തന്നെ റോഡിൻ്റെ സൈഡിൽ പല റിസർവയറുകളും ചെറിയ ചെറിയ റിസർവയറുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പോകുന്നതെല്ലാം തന്നെ നമ്മൾ മണലാർ എസ്റ്റേറ്റിലൂടെ തന്നെയാണ്, അതായത് തേയില എസ്റ്റേറ്റിൻ്റെ ഇടയ്ക്കൂടെയാണ് പോകുന്നത്. ഇതിൽ രസകരമായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിന് തൊട്ടടുത്താണ് നിൽക്കുന്നത്. പക്ഷേ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വഴിയില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ തമിഴ്നാട്ടിലെ ചില ലൊക്കേഷൻസ്, അതായത് കേരളത്തിനോട് അതിർത്തി പങ്കിടുന്ന ചില ലൊക്കേഷനിലേക്ക് കേരളത്തിലൂടെ മാത്രമേ, തമിഴ്നാടിൻ്റെ ഭൂമിയാണെങ്കിൽ കൂടെ കേരളത്തിലൂടെ മാത്രമേ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നത് പോലെയാണ് ഈ ഒരു സ്ഥലം. അത് വളരെ തൊട്ടടുത്ത് നിൽക്കുന്നതാണ്, പക്ഷേ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോയി ഈ റൂട്ടിലൂടെ നമ്മളിങ്ങനെ പോകുന്നതിനനുസരിച്ച് നമ്മൾ കൂടുതൽ ഡെൻസ് ഫോറസ്റ്റ് ഉള്ള ഏരിയയിലോട്ട് നമ്മളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. മേഘമലയിലോട്ട് വരികയാണെങ്കിൽ മേഘമലയിൽ താമസിക്കുന്ന ആൾക്കാരൊന്നും തന്നെ ഇപ്പോൾ മൂന്നാറിലൊക്കെ പോയി കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ തൊഴിലെടുത്ത് ജീവിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ തൊഴിലിടങ്ങളിൽ, അതേപോലെ തന്നെ തേയിലത്തോട്ടങ്ങളിൽ പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ മേഘമലയിലോട്ട് വന്നു കഴിഞ്ഞാൽ തേയിലത്തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരല്ലാത്ത ആൾക്കാർ വളരെ വിരളമായിട്ടാണ് കാണാൻ പറ്റുക. അതുകൊണ്ട് തന്നെ തേയിലത്തോട്ടങ്ങളുടെ എസ്റ്റേറ്റുകളുടെ വകയായിട്ടുള്ള താമസ ഇടങ്ങളും അതിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ മാത്രമാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇതൊരു ഭയങ്കര ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും ക്രൗഡ് വരുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ വേറെ ടൂറിസം വരുമാനങ്ങളും വളരെ കുറവുള്ളൊരു സ്ഥലമാണ് മേഘമല എന്ന് പറയുന്നത്. മാത്രമല്ല ജിയോളജിക്കലി കുറച്ച് ഫ്രജൈലായിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നും ഇവിടെ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് മഹാരാജ മെട്ടിലാണ്. മഹാരാജ മെട്ടിലേക്ക് ഉള്ളൊരു വഴിയാണ് ഈ കാണുന്നത്. റോഡ് സൈഡിൽ നിന്ന് ഈ ഒരു കുഞ്ഞു വഴിയിലൂടെ നമ്മൾ മുകളിലോട്ട് കയറിപ്പോയാലാണ് ഈ മഹാരാജ മെട്ട് വ്യൂ പോയിന്റിലേക്ക് നമ്മൾ എത്തുക. അപ്പോൾ ഇവിടെ എത്തിയാൽ കാണാൻ പറ്റും, നമുക്ക് കമ്പം, തേനി പോലുള്ള ടൗണുകളുടെ ഒരു ഇലവേറ്റഡ് വ്യൂ ആണ് കാണാൻ പറ്റുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഫോറസ്റ്റിൻ്റെ ഹട്ട് ഉണ്ട്. ഈ ഫോറസ്റ്റിൻ്റെ ഹട്ടിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗൂഗിൾ പേ ഒന്നും വിചാരിച്ചിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരരുത്. കാരണം നെറ്റ്വർക്ക് കിട്ടാൻ ഭയങ്കര പാടാണ്. നെറ്റ്വർക്ക് ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ കയ്യിൽ കാശ് വെച്ചിട്ട് വേണം നിങ്ങൾ മേഘമലയിലോട്ട് വരാൻ. UPI പോലെയുള്ള പേയ്മെൻറ്റ് സംവിധാനങ്ങളൊന്നും തന്നെ ഇവിടെ വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ 50 രൂപയുടെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ മഹാരാജ മെട്ടിലേക്ക് എത്തി. അതിമനോഹരം എന്ന് പറഞ്ഞാൽ കിഡിലൻ സ്പോട്ടാണ് മഹാരാജ മെട്ട് എന്ന് പറയുന്നത്. നല്ല കാറ്റുള്ള അത്രയും ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. താഴെ നമുക്ക് കമ്പം, അതേപോലെ തന്നെ അവിടെ നിന്നും ദൂരെയുള്ള തേനി ടൗൺ വരെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. കാരണം അത്രക്ക് ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. മേഘമലയിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും താഴെ നിന്ന് കാണുന്ന ഏറ്റവും ടോപ്പായിട്ടുള്ള ഏരിയയിലേക്കാണ് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നതെന്ന് വേണം പറയാൻ. എന്നാൽ ഇത് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലം കൂടിയാണ്. കാരണം മഴക്കാലത്താണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ ഈ പാറകളിലൊക്കെ ഇപ്പോഴും ഉറവുണ്ട്. ഈ ഒരു സമയത്താണെങ്കിൽ കൂടെ പാറകൾക്കിടയിൽ നിന്നും വെള്ളം ചെറുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം മഴ പെയ്യുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ എന്തായാലും വഴുക്കലുണ്ടാവും. പുല്ലിൽ നനവുണ്ടെങ്കിലും നമ്മൾ തെന്നി വീഴാൻ സാധ്യതയുണ്ട്. അവിടെ വേറെ പ്രൊട്ടക്ഷനോ കമ്പി വേലികളോ ഒന്നും തന്നെ വെച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു കാര്യം ഈ മഹാരാജ മെട്ടിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു 1 ഡേ ട്രിപ്പിന് പറ്റിയ സ്ഥലമാണ് ഈ മേഘമല എന്ന് പറയുന്നത്. നിങ്ങൾ കുമളിയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യേണ്ട വേറൊരു സ്ഥലം തന്നെയാണ് മേഘമല എന്ന് പറയുന്നത്. അപ്പോൾ മറ്റൊരു സ്ഥലത്തിൻ്റെ വിശേഷമായി നമുക്ക് വീണ്ടും കാണാം.